യേശുവെ സ്തോത്രം, യേശുവെ നന്ദി, അവേ മരിയ. എൻ്റെ പേര് മാർട്ടിൻ, ഇതെൻ്റെ വൈഫ് റിൻസു ചെറിയാൻ, ഞങ്ങളുടെ കുഞ്ഞ് മരിയ. ഞങ്ങൾ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2018 നവംബറിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അതിനുശേഷം ഒത്തിരി ചെറുതും വലുതുമായ ഒട്ടനവധി അനുഗ്രഹങ്ങൾ ദൈവം മാതാവ് വഴി ഞങ്ങൾക്ക് നേടിത്തന്നിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് പുതുക്കലിന് ശേഷം, അതായത് 2023 പുതുക്കലിന് ശേഷം ഞാൻ അബ്രോഡിൽ പോവുണ്ടായി, ന്യൂസിലാൻഡ്. ഞങ്ങൾക്ക് അവിടെ നിലനിൽക്കാമെന്ന് പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമുക്ക് PR ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കുറച്ചും കൂടിയും ഫ്രീ ആയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. കിട്ടില്ല എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഞങ്ങൾ നടന്നിരുന്നത്. കാരണം ആകെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കായിരുന്നു. പക്ഷേ എങ്കിലും അത് നിയോഗത്തിൽ ഞങ്ങൾ വെച്ചിരുന്നു. ഞങ്ങൾക്കത് എന്താ പറയുക, അത് നിരന്തരം ഞങ്ങൾ അത് വെച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. വെളുപ്പിന് 3 മണിക്ക് 4 മണിക്കൊക്കെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കും. അത് നിയോഗം വെച്ച് പ്രാർത്ഥിക്കും. അതിൻ്റെ ഫലമായി കഴിഞ്ഞ മെയ്യിൽ ഞങ്ങൾക്ക് PR, ദൈവാനുഗ്രഹം കൊണ്ട് PR ലഭിച്ചു. അത് ഏറ്റവും വലിയ ദൈവാനുഗ്രഹമായിട്ട് ഞങ്ങൾ കാണുന്നു. പിന്നെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 6 വർഷമായി. ഒരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. ഞങ്ങൾ കഴിഞ്ഞ പുതുക്കലിന് ശേഷം ഞങ്ങൾ നിരന്തരം ഇവിടുന്ന് ലഭിച്ച തൈലം, കൃപാസനത്തിൽ നിന്ന് ലഭിച്ച തൈലം വയറിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും അതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് കഴിഞ്ഞ ഒക്ടോബർ, മാതാവിൻ്റെ മാസമായ ഒക്ടോബർ 2024 ഞങ്ങൾക്ക് ഞങ്ങളുടെ മരിയ കൊച്ചിനെ ലഭിച്ചു. അതും വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് ഞങ്ങൾ കാണുന്നു. അങ്ങനെ ഒട്ടനവധി ചെറുതും വലുതുമായ ഒട്ടനവധി അനുഗ്രഹങ്ങൾ മാതാവ് വഴി ഞങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ലാസ്റ്റ് അത് എനിക്ക് വലിയൊരു അത്ഭുതമായിട്ട് അത് ഞാൻ കാണുന്നു. കാരണം ഞങ്ങളുടെ ലാസ്റ്റ് പച്ച മെഴുകുതിരി കത്തിത്തീരാറായ സമയത്ത് ഞങ്ങൾക്ക് മാതാവിൻ്റെ രൂപം അത് മെഴുകു പോലെ ഞങ്ങൾക്ക് കാണാറായി. അതൊരു വലിയൊരു അത്ഭുതമായിട്ട് ഞാൻ കാണുന്നു. പിന്നെ ഞങ്ങൾ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ ഫുഡ് ബാങ്ക് ടീമിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പാവപ്പെട്ടവരെ ഭക്ഷണം എത്തിച്ചു കൊടുക്കാനും അവർക്ക് ദൈനംദിന കാര്യങ്ങൾക്കായിട്ട് ഉള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ അല്ലാതെ ഭിക്ഷക്കാരെ കാണുകയാണെങ്കിൽ ഇപ്പോൾ ന്യൂസിലാൻഡിൽ നമുക്ക് അങ്ങനെ അത്രയാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇപ്പോൾ കാണുന്ന പാവപ്പെട്ടവരെ നമ്മൾ എന്നെ കൊണ്ടാവുന്ന വിധം സഹായിക്കലുണ്ട്. പിന്നെ അതല്ലാതെ ഇപ്പോൾ പുറത്ത് നമ്മുടെ നാട്ടിലാണെങ്കിലും ഇപ്പോൾ പാവപ്പെട്ടവരുടെ ഡീറ്റെയിൽസ് അറിയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ വഴി അങ്ങനെയും സഹായം ചെയ്യാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ധ്യാനങ്ങൾ കാണുമ്പോൾ അത് ഷെയർ ചെയ്യലും, അതുപോലെ ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്നുള്ള പ്രോഗ്രാം അത് ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ അറിയാത്തവരെ ഞാൻ അറിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കൃപാസനം എന്താണെന്നും അതെങ്ങനെയാണ് അതിലെ ഉടമ്പടി എടുക്കേണ്ടതെന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. എൻ്റെ അറിവിൻ്റെ പരമാവധി ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പുറപ്പാട് പോലെയാണ് ഞാൻ കാണുന്നത്. ഈജിപ്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ ദൈവം കാനാൻ ദേശത്ത് എത്തിച്ച ആ ഒരു പ്രതീതിയാണ് എൻ്റെ മനസ്സിൽ. കാരണം നമ്മൾ നിത്യജീവൻ ലക്ഷ്യമാക്കി ഇപ്പം നമ്മൾ നിത്യജീവൻ ലക്ഷ്യമാക്കി നമ്മൾ പോകുന്നു. കാനാൻ ദേശം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിത്യജീവനാണ്. അപ്പോൾ ഈശോ നമ്മളെ നയിക്കുന്നുണ്ട്. നമ്മൾ പെറുപെറുക്കാതെ
ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുക. അതാണ് എൻ്റെ ഒരു എനിക്ക് പറയാനുള്ളത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55-ാം അധ്യായം 6-ാം തിരുവചനം. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ, അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. കർത്താവ് നമുക്ക് വളരെ അടുത്തുള്ളവനാണ്, നമ്മോട് കൂടെ സഞ്ചരിക്കുന്നവനാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഈശോയും പിതാവായ ദൈവവും പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമ്മോട് കൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്ന അഭിമാനത്തോടുകൂടെ നമുക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റുന്നത് ഈ ഉടമ്പടി ജീവിതത്തിലൂടെ നാം എത്രമാത്രം വിശ്വസ്തരാണ് എന്നുള്ളതിനുള്ള ഒരു തെളിവാണ്. മാർട്ടിൻ തനിക്ക് ഒരു ന്യൂസിലൻഡിലെ PR ലഭിക്കാൻ വേണ്ടി വളരെയധികം ആത്മാർത്ഥതയോടെ ഉടമ്പടിയെടുത്ത് അതിരാവിലെ എണീറ്റ് 3 മണി മുതലുള്ള സമയങ്ങളിലൊക്കെ എണീറ്റ് വളരെ മുട്ടിപ്പായി പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി അദ്ദേഹത്തിന് ന്യൂസിലാൻഡിൽ പെർമനൻ്റ് റെസിഡൻസിനുള്ള പെർമിഷൻ കിട്ടി എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. പരിശുദ്ധ അമ്മയോട് നാം വളരെ ആഴമായ സ്നേഹത്തോടുകൂടി എന്തു തന്നെ പ്രാർത്ഥിച്ചാലും അപേക്ഷിച്ചാലും അമ്മ ഒരിക്കലും നമ്മെ കൈവിടുകയില്ല എന്നാണ് ഓരോ സാക്ഷ്യത്തിലും നമ്മെ അറിയിക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് 6 വർഷമായിട്ട് ഒരു കുഞ്ഞിനെ ലഭിക്കാതിരുന്ന ഒരവസ്ഥയിൽ വിവാഹത്തിന് ശേഷം 6 വർഷം കഴിഞ്ഞിട്ടാണ് അവർക്ക് ഒരു ഓമന കുഞ്ഞിനെ ദൈവം അവർക്ക് പ്രദാനം ചെയ്തത്. അവർക്ക് വളരെ വിശ്വാസത്തോടുകൂടി വളരെ വേദനയോടുകൂടി അവർ പ്രാർത്ഥിച്ചു. അവർക്കൊരു കുഞ്ഞിനെ വേണമെന്ന്, യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ യാതൊരു കോംപ്ലിക്കേഷനുമില്ലാതെ അവർക്ക് കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. നമുക്ക് ഈശോയോട് നന്ദി പറയാം. പരിശുദ്ധ അമ്മയെ നമ്മെ കൈവിടുകയില്ല. മാർട്ടിൻ പറയുകയുണ്ടായി, ഇതൊരു നിത്യതയിലേക്കുള്ളൊരു പ്രയാണമാണ്, ഒരു യാത്രയാണെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. തൻ്റെ വചനവായനയിലൂടെ തനിക്ക് ലഭിക്കുന്ന അറിവിനെ ആധാരമാക്കിയാണ് ഇപ്പോൾ ഈ സാക്ഷ്യം അദ്ദേഹം ഇവിടെ നമ്മളോട് ഏറ്റുപറയുന്നത്. അതുപോലെ തന്നെ തൻ്റെ ആത്മീയ ജീവിതത്തിൽ വരുന്ന ഒരു വലിയ വ്യത്യാസത്തിൻ്റെ അളവുകോൽ കൂടിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ നിയോഗങ്ങളെയെല്ലാം ഈ മാട്ടിൻ്റെ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് നമുക്ക് ലോകം മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കാം. മക്കളില്ലാത്തവരെയും അതുപോലെ തന്നെ പ്രവാസികളായി കഴിയുന്നവരെയും എല്ലാം നമുക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അമ്മ മാതാവിനും ഈശോയ്ക്കും ഒത്തിരി 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 നന്ദി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.